ഫോണിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24 മിഥുനം 10 ചൊവ്വാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. ഈ മണിക്കൂറിൽ ഒരു പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിന്റെ സാധ്യത നിലനിൽക്കുന്നു എന്ന തരത്തിലൊരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇറാനും ഇസ്രയേലും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാനോ ഇസ്രയേലോ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള കാര്യമൊന്നും നിലവിൽ വ്യക്തതയില്ല. എങ്കിലും അത്തരത്തിലുള്ള സൂചനകൾ വരുന്നു. ഇന്നലെ ഖത്തറിലെ സൈനിക കേന്ദ്രം, അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ആക്രമണം നടന്നതിന് പിന്നാലെ എന്താണ് പശ്ചിമേഷ്യയിൽ ഇനി വരും മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന് ഖത്തറിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ലക്ഷ്യം ഖത്തർ അല്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. ഖത്തറിലെ ഇന്ത്യക്കാർ സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. പ്രാദേശിക സമയം രാത്രി 7:42 ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം. ദോഹയ്ക്ക് പുറത്തുള്ള മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന US-ന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെയായിരുന്നു ആക്രമണം. 10ഓളം മിസൈലുകൾ തൊടുത്തെന്നാണ് വിവരം. വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടെന്നും ആകാശത്ത് തീഗോളങ്ങൾ പായുന്നത് കണ്ടെന്നും ദൃക്സാക്ഷികൾ. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ആളപായമില്ലെന്ന് ഖത്തർ അറിയിച്ചു. ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിച്ചെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. അതേസമയം തങ്ങളുടെ ലക്ഷ്യം ഖത്തറല്ലെന്നും ഖത്തർ സഹോദരതുല്യമായ രാജ്യമാണെന്നും ഇറാന്റെ പ്രതികരണം. ആക്രമണം ഖത്തർ ജനതയ്ക്ക് ഭീഷണിയാകില്ലെന്നും ഖത്തറുമായുള്ള ചരിത്രബന്ധം തുടരുമെന്നും ഇറാൻ പ്രതികരിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും ഖത്തർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഇന്ത്യ നിർദ്ദേശം നൽകി. വിവരങ്ങൾ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി അപ്ഡേറ്റ് ചെയ്യുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ജിബൂട്ടിയിലെ US സൈനിക താവളങ്ങൾക്കുൾപ്പെടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. കൂടുതൽ സൈനികരെ മേഖലയിലേക്ക് എത്തിക്കാനും ശ്രമമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ഇസ്രയേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുമെന്നും 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ടെഹ്റാനിലും കറാജിലും റാഷ്ദിലും വൻ സ്ഫോടനങ്ങളുണ്ടായി എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് അരുൺ പാറാട്ടും ഡൽഹിയിൽ നിന്ന് R അച്യുതനും ചേരുകയാണ്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഗുഡ് ഈവനിങ്. അസാധാരണമായ ഒരു രീതിയാണല്ലോ ട്രംപ് ഇത്തവണ അധികാരമേറ്റ ശേഷം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ കാര്യങ്ങൾ അറിയിക്കുക. അതേപോലെ ഇത്തവണ 100% സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതൊരു ഔദ്യോഗിക ഡോക്യുമെന്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ഡൊണാൾഡ് ജെ ട്രംപ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ മോഡലിലാണല്ലോ ഇത്തവണത്തെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു സമ്പൂർണ്ണമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളും അതുപോലെ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് നമുക്കറിയാം. അതിന്റെ നിമിഷങ്ങൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. ഇസ്രയേലിനും അതുപോലെ ഇറാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഭാഗമായി അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ, ഇസ്രയേലിനൊക്കെ ചില ടാർഗറ്റ്സുകൾ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് സമയമെടുക്കുമെന്നും അതുപോലെ ഈ വെടിനിർത്തൽ ഘട്ടം ഘട്ടമായിട്ടാണ് ആരംഭിക്കുന്നതെന്നാണ് ട്രംപിന്റെ വാചകങ്ങൾ നൽകുന്ന സൂചനകൾ. എല്ലാം ശരിയായ രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഈ രണ്ട് രാജ്യങ്ങളും കാണിച്ച ധൈര്യവും കരുത്തും അതിനൊക്കെ ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് അഭിനന്ദിക്കുകയും ചെയ്യുന്നു.
ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് സാധാരണ നിലയ്ക്ക് ഐക്യരാഷ്ട്രസഭയിലെ അവരുടെ UN മിഷനിൽ നിന്നാണ് വരേണ്ടത്. അവിടെ നിന്ന് യാതൊരുവിധ പത്രക്കുറിപ്പോ സ്റ്റേറ്റ്മെന്റുകളോ ഒന്നും വന്നിട്ടില്ല. വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വളരെ അടുത്താണെന്ന് ഓർക്കണം. ഞായറാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അതേസമയം ഈ US നിർദ്ദേശിച്ച വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചതായി ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഖത്തർ അൽ ഉദൈദ് അമേരിക്കൻ വ്യോമത്താവളം ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യോമസേന വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. അതിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. തന്നെയുമല്ല, ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിനും വളരെ മുമ്പേ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ ഇറാനോട് ഡൊണാൾഡ് ട്രംപ് നന്ദിയും പറയുകയുണ്ടായി. അതുപോലെ ഈ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുവാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു. ഈ ഇറാൻ വളരെ നേരത്തെ തന്നെ നയതന്ത്ര ചാനലുകളിലൂടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് മൂലം ഏതാണ്ട് ജൂൺ 19 മുതൽ തന്നെ ഏതാണ്ട് 100ഓളം പോർ വിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സൈനികരെ ഇവരെയൊക്കെ അമേരിക്കയ്ക്ക് നീക്കം ചെയ്യാൻ സാധിച്ചു. ഏതാണ്ട് 14 മിസൈലുകളാണ് ഈ വ്യോമത്താവളത്തിലേക്ക് വിക്ഷേപിച്ചത്. അതിലെ 13 തടഞ്ഞതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതിലെ ഒരെണ്ണം നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ബഹ്റൈനിലുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പലുകളുമൊക്കെ മറ്റ് ദിശകളിലേക്ക് തിരിച്ചുവിടാനും അമേരിക്കയ്ക്ക് സാധിച്ചു. ക്രിസ്റ്റീന റീജിത്ത്. മധു കൊട്ടാരക്കര, ഇന്നലെ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. ഇറാനിൽ നേരിട്ട് അമേരിക്ക നടത്തിയ സൈനിക നടപടിക്കുള്ള തിരിച്ചടി എന്നാണ് ഇറാൻ അതിനെ വിശദീകരിക്കുന്നത്. ഇതിനെ എങ്ങനെ ആണ് അമേരിക്കൻ ഭരണകൂടം കാണുന്നത്? ഇപ്പോഴൊരു സമാധാനത്തിൻ്റെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനിടയിലും ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇറാന്റെ പല മേഖലകളിലും ഇപ്പോഴും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് നേരിട്ടിട്ടുള്ള ഈ തിരിച്ചടിയും ഈ സമാധാന ഭാഷയും ഒരുമിച്ച് പോകുമോ മധു കൊട്ടാരക്കര? റീജിത്ത്, 2020 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടീമിന്റെ അവസാന കാലഘട്ടത്തിൽ ഇറാന്റെ മിലിറ്ററി ലീഡറായിരുന്ന ഖാസിം സുലൈമാനിയെ ടെഹ്റാനിലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കൊല്ലപ്പെട്ടത് ഓർക്കുന്നുണ്ട്. അത് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു. അന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് ഇറാൻ സമാന രീതിയിൽ അമേരിക്കൻ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ പശ്ചിമേഷ്യയിലേക്ക് ഇതുപോലെ മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പൊടും തന്നെ അത് അവസാനിക്കുകയായിരുന്നു. നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഗ്ചി പുടിനുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച നടത്തി ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇറാന്റെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഒരു നയതന്ത്ര തലത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തി ഈ യുദ്ധം മൂർച്ഛിക്കാതെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം ഒരുപക്ഷെ റഷ്യയുടെ പുടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. തന്നെയുമല്ല, പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനോട് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം താല്പര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. കാര്യം ഡൊണാൾഡ് ട്രംപ് എന്നും ഈ യുദ്ധങ്ങൾക്കെതിരായിരുന്നു. ഇപ്പോൾ ഇറാൻ ഏറ്റവും അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒബാമയുടെയും ജോർജ് ബുഷിന്റെയും ഭരണകൂടത്ത് ആ പ്രസിഡന്റുമാർക്ക് നടക്കാത്ത ഒരു കാര്യമാണ്, ഒരു അവസരമാണ് ഡൊണാൾഡ് ട്രംപിന് വന്നിരിക്കുന്നത്, ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് മാനഹാനി വരാതെ മറ്റ് യാതൊരു കാഷ്വാലിറ്റി ഇല്ലാതെ കൃത്യമായി അമേരിക്കയുടെ ടാർഗറ്റുകൾ ആക്രമിച്ചതിന് ശേഷം തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനായിരിക്കും ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. കൃഷ്ണ റീജിത്ത്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് കൂടി ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം എന്ന് പറയുമ്പോഴും ഇത് പ്ലാൻഡ് ആക്രമണമാണ് എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ഇറാനും ഇസ്രായേലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒപ്പം തന്നെ വ്യോമപാത അടയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇക്കാര്യങ്ങളിലൊക്കെ മധ്യപൂർവേഷ്യയിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഗൾഫ് മേഖലയിൽ കടന്നുപോയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ വൈകിട്ടോടുകൂടി ഖത്തർ വ്യോമപാത അടയ്ക്കുന്നു എന്നുള്ള വിവരമാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് ആക്രമണത്തിന്റെ വിവരങ്ങൾ, ഖത്തറിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. പ്രവാസികൾ ഏറെയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ തോതിൽ ആശങ്കയിലാകുമെന്ന കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. പിന്നീട് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ അതിർത്തി അടയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നു. ബഹ്റിൻ തങ്ങളുടെ വ്യോമ അതിർത്തി അടയ്ക്കുന്നു, വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും വ്യോമ ഗതാഗതം തന്നെയാണ് ഇന്നലെ ഈ ഒരു മേഖലയിൽ നിന്ന് വലിയ തോതിൽ പ്രതിസന്ധിയിലായത്. ഇതിൽ തന്നെ ദുബായ് വിമാനത്താവളം ഉൾപ്പെടെ മണിക്കൂറുകളോളം അടച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വിമാനങ്ങളാണ് ഇന്നലെ റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ ചിലത് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ആളുകളിൽ പലരും എയർപോർട്ടുകളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലരുടെയും യാത്ര മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിമാനത്താവളങ്ങളെല്ലാം തന്നെ അർദ്ധരാത്രിയോട് കൂടി തന്നെ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഖത്തറും തങ്ങളുടെ വ്യോമ അതിർത്തി തുറന്നു കൊടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രി തന്നെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൾഫിലെ പല മേഖലകളിലും അമേരിക്കയ്ക്ക് സൈനിക ബേസുകളുണ്ട്. അത്തരത്തിൽ ഒരു സൈനിക ബേസ് UAE-യിലുമുണ്ട്. അബുദാബി അൽ ദഫ്രയിലാണ് ഈ ഒരു സൈനിക ബേസ് ഉള്ളത്. ഇവിടെ വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫിലുള്ള എയർ വാർഫെയർ സെന്ററായി പ്രവർത്തിക്കുന്ന ഒരു സെന്ററാണ് ഈ ഒരു അബുദാബിയിലുള്ളത്. ഈ ആക്രമണ പശ്ചാത്തലത്തിൽ ഇവിടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയുടെ സുരക്ഷ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള വ്യോമസേനാ അംഗങ്ങളുടെ ജീവനും അവരുടെ സുരക്ഷയ്ക്കും ഏതൊരു തരത്തിലുള്ള ഭീഷണി ഉണ്ടായാലും അവരെ സംരക്ഷിക്കാൻ ഉചിതമായ മുൻകരുതലുകൾ തങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് US സൈന്യം ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകണമെന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഖത്തറിലെ ആക്രമണത്തെ വലിയ ശക്തമായ തോതിൽ തന്നെ അപലപിച്ചുകൊണ്ടാണ് UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയത്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഈ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്നും ഈ ഗൾഫ് മേഖലയുടെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്ന രാജ്യമാണ് UAE. അതിനാൽ തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകുന്നത് തടയാൻ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിലും അത് തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും സമാധാനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹവും. തീർച്ചയായും അരുൺ പാറാട്ട്, ഇത് ആദ്യത്തെ ഒരു 7 ദിവസം ഇത് ഇസ്രായേൽ ഇറാൻ നേരിട്ടുള്ള സംഘർഷം മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അമേരിക്കയുടെ ഈ നേരിട്ടുള്ള ഒരു സൈനിക നടപടി, അതിനുശേഷം ഇറാൻ ഇപ്പോൾ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന സാഹചര്യം. ഖത്തറല്ല ലക്ഷ്യം എന്ന് ഇറാൻ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ആക്രമണം നടക്കുന്നത് ഖത്തറിലാണ്. ഖത്തറിൽ മാത്രമല്ല അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങളുള്ളത്, അത് ഇറാഖിലുണ്ട്, സമീപ മേഖലകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂടുതൽ രാജ്യങ്ങളെ കൂടി ഈ സംഘർഷ സാഹചര്യത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ സാഹചര്യം വളരുന്നുണ്ടല്ലോ. അത് അതീവ ഗൗരവതരമായ വിഷയമാണ്. പശ്ചിമേഷ്യയിൽ ഒന്നാകെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ സൈനികമായി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ഈ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ്, അവിടെയുള്ള ഈ പശ്ചിമേഷ്യയിൽ ഒന്നാകെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ്, വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന അറിയിപ്പുകൾ എങ്ങനെയാണ്, അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ള അറിയിപ്പൊക്കെയാണ് നേരത്തെ വന്നതായി കണ്ടത്. അരുൺ പാറാട്ട്. എംബസികൾ, ഖത്തറിലുള്ള ഇന്ത്യൻ എംബസി അടക്കം ഇവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായി ഇരിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ. അതിനാൽ തന്നെ സർക്കാർ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, കൃത്യമായി ഈ വിഷയങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഈ വിഷയം തുടങ്ങിയ ആ ദിവസം മുതൽ തന്നെ ഇവിടെയുള്ള ഭരണാധികാരികൾ എല്ലാവരും തന്നെ ലോകരാജ്യങ്ങളോട് ഈ സംഘർഷം കൂടുതൽ മോശമാകുന്നത് തടയണമെന്നും സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇതിനാവശ്യമായ നടപടികളിലേക്ക് പോകണമെന്നും കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഈ നയതന്ത്രങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പരസ്പര ചർച്ചകളിലൂടെയും ഈ ഒരു തർക്കം പരിഹരിക്കണമെന്നും എല്ലാവരും മുന്നോട്ട് വരണമെന്നും UAE തന്നെ പലതവണ ആവശ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാന്ന് ഖത്തർ അമീർ, അതോടൊപ്പം തന്നെ സൗദി കിരീടാവകാശി, കുവൈറ്റ് ഭരണാധികാരി ഉൾപ്പെടെയുള്ള GCC-യിലെ ഭരണാധികാരികളുമായി ഈ വിഷയം കൃത്യമായി തന്നെ UAE പ്രസിഡന്റ് ടെലിഫോണിൽ ചർച്ച നടത്തുകയും ഈ വിഷയത്തിൽ ഈ ആശങ്ക കൃത്യമായി ഉയർത്തുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ UAE-യും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഖത്തറിന് നേരെ വന്ന ആക്രമണത്തെ UAE ശക്തമായി തന്നെയാണ് അപലപിച്ചത്. അന്തർദേശീയ നിയമങ്ങളുടെ ഒരു നഗ്നമായ ലംഘനമാണ് ഇതെന്നും UAE തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഖത്തർ ഈ സ്വന്തം രാജ്യത്തിലെ സുരക്ഷയ്ക്കായി നടത്തുന്ന
എടുക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്ന് UAE അതോടൊപ്പം തന്നെ സൗദിയും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മേഖലയുടെ സുരക്ഷ അതോടൊപ്പം തന്നെ സ്ഥിരത ഇതിനെ തുരങ്കം വെക്കുന്ന ഏതൊരു ആക്രമണത്തെയും നടപടിയെയും കൃത്യമായി തന്നെ എതിർക്കുമെന്നും ഈ ഒരു രാജ്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള രാജ്യങ്ങൾ പറയുന്നത്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഖത്തറിലെ വ്യോമപാത തുറന്നിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി പോയതിനു ശേഷം അർച്ചുദനിലേക്ക് പോകാം. 3 എയർ ഇന്ത്യ വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 3 വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന വാർത്തയാണത്. IX549 തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ വിമാനം, IX585 തിരുവനന്തപുരം ഷാർജ എയർ ഇന്ത്യ വിമാനം, IX373 തിരുവനന്തപുരം ദോഹ എയർ ഇന്ത്യ വിമാനം, ഈ 3 സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയെന്ന വിവരം വരുന്നത്. ഇനി അച്യുതനിലേക്കാണ്. ഡൽഹിയിൽ നിന്നാണ് അച്യുതൻ ചേരുന്നത്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഈ ഓപ്പറേഷൻ സിന്ധു ഒരു വശത്ത് പുരോഗമിക്കുന്നു, മറുവശത്ത് നമുക്കറിയാം ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ അവിടെ നടക്കുന്ന ഏതൊരു പ്രശ്നവും ഇന്ത്യയെ ബാധിക്കും. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നടപടികൾ എടുത്തിട്ടുള്ളത്? ഏത് രീതിയിലുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ പൗരന്മാരെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്? കൃഷ്ണ റീജിത്ത്, ഇന്നലെ ഇറാന്റെ ആക്രമണം അത് ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളത്തിന് നേരെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയൊരു ആശങ്കയാണ് ഉടലെടുത്തത്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉള്ള മേഖലകളാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ ഇറാൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നതും തുടർന്ന് അത്തരമൊരു ആശങ്ക പടർന്നതും. പക്ഷേ ഈ ഖത്തറിലെ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യൻ എംബസി കൃത്യമായ നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകി. അവരവരുടെ വസതികളിൽ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ കഴിയണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി. എല്ലാ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യൻ എംബസിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി പങ്കുവയ്ക്കുന്നതായിരിക്കും എന്ന് എംബസി നിർദ്ദേശം നൽകുകയുണ്ടായി. ഒപ്പം തന്നെ സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ച് വരികയുമാണ്. ഒപ്പം തന്നെ ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ, ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരുവാനുള്ള ഓപ്പറേഷൻ സിന്ധുവും പുരോഗമിക്കുകയാണ്. ഇന്നലെ പുലർച്ചെയും ഇറാനിൽ നിന്ന് വിമാനങ്ങൾ എത്തി. അതിലേതാണ്ട് 14ഓളം മലയാളികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഓപ്പറേഷൻ സിന്ധു ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. മറിച്ച് ഇറാൻ ഇസ്രായേലുമായുള്ള സംഘർഷം അത് പല മേഖലകളിലേക്കും കൂടി വ്യാപിക്കുന്ന തരത്തിലേക്കാണ് മാറിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ പല ഈ വ്യോമ അതിർത്തികൾ രാജ്യങ്ങൾ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും അവരുടെ വ്യോമ അതിർത്തി അടച്ചിടുന്ന സാഹചര്യത്തിലേക്കും അത് വലിയ രീതിയിൽ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയുമുണ്ടായി. എയർ ഇന്ത്യ, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ഇന്നലെ പ്രസ്താവന പുറത്തിറക്കി. അതിൽ പറഞ്ഞത് നിലവിലെ സാഹചര്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ കാരണം വിമാനങ്ങൾ പലതും റദ്ദാക്കേണ്ടി വന്നു, അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. ചിലത് പുറപ്പെട്ട വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ട സാഹചര്യമുണ്ടായി എന്നത് എയർലൈനുകൾ വ്യക്തമാക്കി. ഇന്നിപ്പോൾ എമിറേറ്റ്സ് കൂടി അവരുടെ ഒരു പ്രസ്താവന പറയുന്നുണ്ട്. നിലവിൽ ഈ സംഘർഷ മേഖലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് വിമാന സർവീസുകൾ ഉണ്ടാകും എന്നത് എമിറേറ്റ്സ് അറിയിക്കുന്നുണ്ട്. ഒപ്പം ഖത്തറിൽ ഇന്നലെ വ്യോമാതിർത്തി അടച്ചിരുന്നു. ആ വ്യോമാതിർത്തി തുറന്നു എന്നാണ് അറിയിക്കുന്നത്. വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി ഖത്തർ എയർവേസും അറിയിക്കുന്നുണ്ട്. അങ്ങനെ നിലവിൽ ഇന്നലെ ഉടലെടുത്ത ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അതിൽ നിന്നൊരു ഒരല്പം ആശ്വസിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് വേണം കരുതാൻ. നിലവിൽ ഈ വ്യോമാതിർത്തികൾ തുറന്നിരിക്കുന്നു. യാത്രയെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടായിരുന്നു സാഹചര്യങ്ങൾ മാറിയത്. ഒപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാരെ കൂടി ആശങ്കയിലാക്കുന്ന സാഹചര്യമുണ്ടായതിൽ നിലവിൽ ഈ മേഖലകളിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ സാഹചര്യം വഷളാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്ന ദൗത്യം ആരംഭിക്കും എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സാഹചര്യം അതിസൂക്ഷ്മമായി വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി സംഘർഷ മേഖലയിൽ നിന്ന് ആളുകളെ തിരികെ എത്തിക്കുന്ന നടപടി അടക്കം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാൻ തള്ളുന്നു എന്നുള്ളതാണ്. മധു കൊട്ടാരക്കര നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, ഈ വെടിനിർത്തൽ സാധ്യമാകും, 24 മണിക്കൂറിനകം സമാധാനം ആ മേഖലയിൽ ഉണ്ടാകും, ഇരു രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നു എന്നൊക്കെയായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഇപ്പോഴിതാ ഇറാന്റെ പ്രതികരണമായി പുറത്തു വരുന്ന അങ്ങനെ യാതൊരു തരത്തിലുള്ള ധാരണയോ കരാറോ ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സമാധാന നീക്കത്തിന് വഴങ്ങാൻ കഴിയില്ല എന്നുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ട്രംപാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ
താനാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതികരണമായതിനെ കണ്ടാൽ മതിയോ മധു കൊട്ടാരക്കര? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഖത്തറിനോടാണ് ആവശ്യപ്പെട്ടത് ഇറാനുമായിട്ട് സംസാരിക്കുവാനും അവർ തത്വത്തിൽ ഈ ഒരു വെടിനിർത്തൽ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസൽ അംഗീകരിക്കുകയും ചെയ്തതായിട്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ പേര് വെളിപ്പെടുത്താത്ത ചില ആൾക്കാർ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ ഇസ്രയേൽ ഈ ആക്രമണം തുടരുന്ന സ്ഥിതിക്ക് അവർ ആ പറഞ്ഞ വാക്കിൽ നിന്ന് മാറിപ്പോയിരിക്കാം. അതുകൊണ്ട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടും സ്ഥിരീകരിക്കാത്ത ഒരു ഇൻഫർമേഷൻ ഇറാന്റെ ഭാഗത്തുനിന്ന് വരാത്തിടത്തോളം കാലം നമുക്കിതിനകത്തൊരു വ്യക്തമായ ഒരു സ്ഥിരീകരണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരും. ഇറാൻ മുമ്പ് തന്നെ പറയുന്നത്, അതായത് ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്ലാന്റ് അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശം ആദ്യം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം, അതുപോലെ ഇതുവരെ കാണിച്ചിട്ടുള്ള ആക്രമണത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കണം എന്നീ 2 നിബന്ധനകളായിരുന്നു ഈ ആണവ ചർച്ചകൾക്ക് മുന്നോട്ട് വരാനായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ സമാന രീതിയിലുള്ള ഒരു നിലപാടായിരിക്കാം ഇപ്പോൾ ഈ ഖത്തർ ഇടപെട്ട ഈ വെടിനിർത്തൽ ചർച്ചയ്ക്കും വിഘാതമായിട്ട് വന്നിരിക്കുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുടെ പോസ്റ്റിലാണ് ഇത്തരത്തിൽ ഒരു ധാരണ വന്നിട്ടില്ല എന്നൊരു പോസ്റ്റ് വരുന്നത്. ഇറാൻ പല പ്രാവശ്യം ഇത് വ്യക്തമായി പറഞ്ഞതാണ്. ഇസ്രയേലാണ് ഈ യുദ്ധം ആരംഭിച്ചത്, ഇറാൻ അല്ല. മറ്റൊന്ന് പറയുന്നത്, ഇത്തരത്തിൽ കേൾക്കുന്നത് പോലെ ഒരു എഗ്രിമെന്റ്, ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഇതുവരെ. അതേസമയം തന്നെ അവർ പറയുന്നു 4 AM ടെഹ്റാൻ ടൈം 4 മണി മുതൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള ആക്രമണങ്ങളിലേക്ക് ഞങ്ങളും കടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം താമസിയാതെ ഉണ്ടാകുമെന്നാണ് അരാഗ്ചിയുടെ പോസ്റ്റ് വ്യക്തമാക്കുന്നത്. ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാനം റദ്ദാക്കുന്നു എയർ ഇന്ത്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോകേണ്ട 3 വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മസ്കറ്റ്, തിരുവനന്തപുരം ഷാർജ, തിരുവനന്തപുരം ദോഹ വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. ഈ വ്യോമ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്? ഇപ്പോൾ 3 എയർ ഇന്ത്യ വിമാനം ക്യാൻസൽ ചെയ്ത വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇസ്രയേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലും സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ UAE വ്യോമാതിർത്തി അടച്ചതോടുകൂടിയാണ് ചില വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരപ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 3 എയർ ഇന്ത്യ സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതാ തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് റദ്ദാക്കിയത്. IX 549 എന്ന വിമാനമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 8:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു റദ്ദാക്കിയത്. മറ്റൊന്ന് തിരുവനന്തപുരം ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. IX 585 എന്നതാണ് ഈ വിമാനത്തിന്റെ നമ്പർ. രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു എന്നതാണ് ഈ ചാർട്ടിൽ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ കാണിക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരം ദോഹ എയർ ഇന്ത്യ വിമാനമാണ്. ഈ 3 വിമാന സർവീസുകളാണ് റദ്ദാക്കിയതായി ഔദ്യോഗികമായി തന്നെ ഈ വിമാനത്താവളത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ചാർട്ടിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. നിരവധി യാത്രക്കാർ ഈ നേരത്തെ തന്നെ യാത്ര തീരുമാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ വിമാനം റദ്ദാക്കിയ കാര്യം അറിഞ്ഞത്. ഈ ഒന്നിലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ വ്യോമാതിർത്തി തുറന്നെങ്കിൽ കൂടിയും ഇത് പൂർവ്വസ്ഥിതിയിലെത്താൻ സമയമെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടാനെത്തിയ യാത്രക്കാരായിരുന്നു. എങ്ങോട്ടേക്കായിരുന്നു യാത്ര? ഷാർജ. ഇവിടെ വന്നപ്പോഴാണോ പറഞ്ഞത്? ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്താ പഠിക്കാൻ? ഇല്ല എൻ്റെ കസിനാണ് പോകുന്നത്, ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. ഇപ്പം എന്താ പറയുക? അപ്പം ക്യാൻസലായി, ഇനി അടുത്ത വെള്ളിയാഴ്ച ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ ടിക്കറ്റ് ബാക്കി അന്വേഷിക്കാൻ പോയിക്കാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം പാറശാല. നിങ്ങളവിടെ നോക്കിയപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു? ഇപ്പോഴും ഷെഡ്യൂൾഡെന്നാണ് കാണിക്കുന്നത്. ആ, ഇവിടെയാണോ ഈ നോട്ടീസ്? ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞു അവർ ക്യാൻസലായെന്ന് പറഞ്ഞു. ഇനി എന്തായാലും അവിടെ ഇനിയിപ്പം പോയി ടിക്കറ്റിൻ്റെ ബാക്കി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു? വേറെ എന്തെങ്കിലും അറിയിപ്പ്? വേറെ ഒന്നും ഇല്ല, അറിഞ്ഞില്ല. ക്രിസ്റ്റീന, യാത്രക്കാർ പറയുന്നത് ഇതാണ്. ഈ സൈറ്റിലൊക്കെ തന്നെ ഓൺ ടൈമാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഈ വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊരു യാത്രക്കാരൻ കൂടിയുണ്ട്. എങ്ങോട്ടേക്ക് പോകാൻ? ഞാൻ നാഗർകോയിലാണ്. ഖത്തർ ദോഹയ്ക്ക് പോകേണ്ടതാണ്. ഇപ്പോഴാണോ അറിയുന്നത്? ഇപ്പോൾ ജസ്റ്റ് ഒരു 10-20 ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് ഞങ്ങൾക്ക് ക്യാൻസൽ എന്ന് പറയുന്നത്. എന്താ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ?
ഒന്നും അറിയില്ല. അവർ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറയുക, റീഷെഡ്യൂൾ ചെയ്തിട്ട് പറയുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു. 3:55 ഫ്ലൈറ്റാണ്. പിന്നെ 6:15 അവർ ബോർഡിംഗ് പാസ് ലേറ്റ് തന്നത്. അപ്പോൾ അവർ പറഞ്ഞ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇതെല്ലാം ബോർഡിംഗ് പാസ്സൊക്കെ തന്ന് ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അകത്ത് പോയി. പിന്നെ എന്ത് പ്രോബ്ലം എന്നറിയില്ല, അവർ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞു. അകത്ത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണോ? ചെക്ക് ഇൻ ചെയ്തു, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു അവിടെ ലോഞ്ചിൽ ഇരിക്കുന്ന വിമാനം. എന്ത് പറഞ്ഞിട്ടാണ് ക്യാൻസൽ ചെയ്തത്? റീസൺ അറിയില്ല, എന്താണെന്ന് അറിയില്ല. അവിടുത്തെ ബാർ പ്രശ്നങ്ങളായിരിക്കും, എന്തെല്ലാം അറിയില്ല. ഇത് അടുത്ത ടൈം എങ്ങനെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് പറയുന്നില്ല. അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയും. എന്തെങ്കിലും എമർജൻസി ആയിരുന്നു? എനിക്ക് ഒരു ചെറിയ എമർജൻസി. എൻ്റെ ഭാര്യയും ഒരു മോനും അവിടെ ഉണ്ട്. ഞാനും ഒരു മോനും 3 ദിവസം അവധിക്ക് വന്നതാണ്. ഒരു ചെറിയ കാര്യത്തിനായിട്ട് വന്നതാണ്. അപ്പം എൻ്റെ ഒരു മോനും ഭാര്യയും അവിടെ, ഞാനും ഒരു മോനും ഇവിടെ. അതാണ്. ക്രിസ്റ്റീന, ഈ യാത്രക്കാരെ ഈ യുദ്ധം പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സൈറ്റുകളിലൊക്കെ തന്നെ ഈ വിമാനത്തിന്റെ സമയം ഓൺ ടൈമാണ് കാണിക്കുന്നത്. പക്ഷേ ഈ നിരവധി യാത്രക്കാർ ഈ വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത്. അങ്ങനെ ഇത് ഇനി അടുത്ത ഷെഡ്യൂൾ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അറിയിപ്പ് തന്നെ യാത്രക്കാർക്ക് നൽകിയിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്ന കാര്യം, നിലവിൽ UAE വ്യോമാതിർത്തി തുറന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകളൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിൽ എത്തുമെന്ന വിശദീകരണമാണ് ഈ വിമാനത്താവള അധികൃതർ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ രാവിലെയോടുകൂടി തന്നെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനെത്തിയ യാത്രക്കാരാണ് വലഞ്ഞിരിക്കുന്നത്. അവർക്ക് മുൻകൂട്ടി അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നതാണ് യാത്രക്കാർ പറയുന്ന കാര്യം. ഇപ്പോൾ ഈ വിമാനത്താവള അധികൃതർ അറിയിക്കുന്ന അറിയിപ്പ്, ഈ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ കൃത്യമായി അവരുടെ ഈ ഏത് വിമാനത്തിലാണോ പോകുന്നത് അവരുടെ അറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് വേണം വിമാനത്താവളത്തിൽ എത്താൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. ശരി, MG പ്രദേശ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗൾഫ് മേഖലയിലേക്കുള്ള 3 വിമാനങ്ങളാണ് അവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മസ്കറ്റ്, തിരുവനന്തപുരം ഷാർജ, തിരുവനന്തപുരം ദോഹ വിമാനങ്ങളാണ്, അതിന്റെ സർവീസുകളാണ് അവിടെ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. എന്താണ് കൊച്ചിയിലെ സാഹചര്യം എന്നുകൂടി പരിശോധിക്കേണ്ടത്. നമുക്കതിനു മുമ്പ് കോഴിക്കോട് നിന്നുള്ള ഒരു അപ്ഡേറ്റിലേക്ക് കൂടെ പോകണം. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വിവിധ ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസിന്റെ ചൊവ്വാഴ്ച പുലർച്ചെ 2:30 കരിപ്പൂരിലെത്തി 3:35 ദോഹയിലേക്ക് മടങ്ങാനുള്ള വിമാനം റദ്ദാക്കിയിട്ടുണ്ട് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് നിന്ന് വിവിധ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന സർവീസുകളുടെ കാര്യത്തിൽ യാത്രക്കാർ ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മധ്യപൂർവേഷ്യയിലെ സാഹചര്യം പ്രമാണിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നതായി ഇൻഡിഗോ വിമാന കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ നേരിടുന്ന അസൗകര്യത്തിന് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. കൊച്ചി വിമാനത്താവളത്തിലും വിമാനങ്ങൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദോഹ, അബുദാബി, കുവൈത്ത് സർവീസുകളാണ് റദ്ദാക്കിയതും വൈകിയതുമായ നിലയിൽ ഉള്ളത്. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്താണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള സാഹചര്യം? എത്ര സർവീസുകൾ വൈകുന്നു? എത്ര സർവീസുകൾ തടസ്സപ്പെട്ടു? യാത്രക്കാർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അഭിനന്ദ്? ഗൂഗിൾ വ്യോമപാത അടച്ചതിനെ തുടർന്ന് പ്രധാനമായിട്ട് 2 വിമാന സർവീസുകളാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. കുറച്ച് 2:15 പുറപ്പെടേണ്ട വിമാനം, ഒപ്പം തന്നെ ഇവിടേക്ക് 7:15 എത്തേണ്ട 2 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇവിടെ ഖത്തറിലേക്ക് പോകാനെത്തിയ നിരവധി യാത്രക്കാർ ഇത്തരത്തിലേക്ക് പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റ് റീഷെഡ്യൂൾ ചെയ്യേണ്ട അടക്കമുള്ള നടപടികളിൽ കടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങോട്ടേക്ക് പോകാനുണ്ട്? ദോഹ ടു മയാമി. Fully cancelled. Fully cancelled. They're not announcing it's fully cancelled. They have to announce, right? It's fully cancelled. Nobody is coming out to say. But then the incoming flight from Doha to Cochin has not even started from Doha. ഞാൻ കുവൈറ്റിലേക്ക് പോകാൻ നിൽക്കുന്നതാണ്. കുവൈറ്റ് സാൽമയിലാണ്. അപ്പം 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ജസീറ എയർവേസ് ആണ്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഇതുപോലെ അവിടെ എയർപോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പം ആണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ. എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? തിരുവല്ല പായിപ്പാട് എന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. UK വന്ന ബ്രദർ വന്നു. അപ്പം ഫ്ലൈറ്റ് 1 മണിക്കൂറിനകം ക്യാൻസൽ ആകുമെന്നാണ് പറയുന്നത്, അറിയിക്കാമെന്നാണ് പറയുന്നത്. മോൻ കയറിയിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നമാണെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോൾ അവർ ഇൻഫർമേഷൻ തന്നത് 2 മണി വരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്.
2 മണി വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഒരു കൺഫേം ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 മണി വരെ പുറത്തുകൂടെ വെയിറ്റ് ചെയ്യാണ്. 8:30 മണിക്ക് നമ്മളിവിടെ എത്തി. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കയറി ബോർഡിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവർ വന്ന് പറഞ്ഞു എല്ലാ മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലാന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഖത്തറിലേക്ക് പോകണ്ട, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാന്ന് പറയുന്നു. ഇവിടെ എത്തിയപ്പോഴാണോ? ഇവിടെ എത്തിയപ്പോഴാണ് അറിയണം. എയർപോർട്ട് അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ പറയുക? എയർപോർട്ടിൽ കോൾ സെന്റർ വിളിച്ചോ? Number searches, I tried so many times and nobody's answering. Then I just came to the airport. ഗൂഗിൾ വ്യക്തമാക്കുന്ന നിരവധി ആളുകൾ ഇത്തരത്തിലേക്ക് ഇപ്പോൾ ആ ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇവർ എയർപോർട്ട് അധികൃതരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ടിക്കറ്റൊക്കെ റീഷെഡ്യൂൾ ചെയ്യുന്ന നടപടികളിലേക്ക് ഇപ്പോൾ സിയാൽ അധികൃതർ കടന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് നേരത്തെ ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇവർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുകയാണ് വിമാന കമ്പനികൾ. ഇപ്പോഴത്തെ ഇൻഡിഗോയുടെ അറിയിപ്പ് കൂടി വരുന്നു. ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നതായി ഇൻഡിഗോയും അറിയിക്കുന്നുണ്ട്. അതിന്റെ പുതിയ വിശദാംശങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അച്യുതൻ, എന്താണ് ഇൻഡിഗോയുടെ അറിയിപ്പ്? എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, അല്പം മുൻപാണ് ഇൻഡിഗോ ഇക്കാര്യം അറിയിച്ചത്. അതായത് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. അതിന്ന് 10 മണി വരെ ആ ഒരു നീക്കം നടപടി തുടരും എന്നായിരുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഒട്ടുമിക്ക എല്ലായിടത്തിലേക്കുള്ള സർവീസുകളാണ്. യാത്രക്കാർ നേടുന്ന അസൗകര്യത്തിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഇൻഡിഗോ അറിയിച്ചു. പക്ഷേ നിലവിൽ ഇപ്പോൾ പുതിയൊരു ട്രാവൽ അഡ്വൈസറി കൂടി ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങൾ, അത് വീണ്ടും ഈ വ്യോമാതിർത്തികൾ ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെ തുറന്ന സാഹചര്യങ്ങളിൽ ഇവിടേക്കുള്ള വിമാന സർവീസുകളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന കാര്യം ഇൻഡിഗോ നിലവിലിപ്പോൾ അറിയിക്കുകയാണ്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ യാത്രകൾ ഒഴിവാക്കും. അതുകൊണ്ട് നിലവിലിപ്പോൾ ഇൻഡിഗോ ആ ഒരു വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഈ വ്യോമ അതിർത്തി തുറന്ന സാഹചര്യങ്ങളിൽ അവിടേക്കുള്ള വിമാന സർവീസുകൾ വളരെ സുരക്ഷിതമായി തന്നെ പുനരാരംഭിക്കും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. മറിച്ച് ഈ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും മൊബൈൽ ആപ്പുകൾ വഴിയും അവരുടേതായ വെബ്സൈറ്റ് വഴിയും ഇൻഡിഗോ അത് പ്രസിദ്ധീകരിക്കും എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് നിലവിൽ ഈ ഖത്തറിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ഈ പല വ്യോമ അതിർത്തികൾ ഗൾഫ് രാജ്യങ്ങൾ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ വിമാന സർവീസുകളെ ബാധിച്ചു. കാരണം നിരവധി വിമാനങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടതും പുറപ്പെടാനായി ഇരുന്നതും. ഇതിനെയെല്ലാം തന്നെ പ്രവർത്തനത്തെ ബാധിച്ചു. എയർ ഇന്ത്യ തന്നെ ആദ്യം അറിയിച്ചു അവരുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അവരുടെ വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു എന്ന കാര്യം. പുറപ്പെട്ട വിമാനങ്ങൾ വഴിതിരിച്ച് വിട്ടു എന്ന കാര്യം കൂടി അറിയിച്ചു. അതിന് പിന്നാലെ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചതോടുകൂടി നിലവിൽ ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന കാര്യമാണ് ഇൻഡിഗോ അവസാനമായി അറിയിക്കുന്നത്. റിജിത്ത്, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ. ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു കരാറുകളും നിലവിൽ വന്നിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും അവസാനിപ്പിക്കും. സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ് അഗെയിൻ. ഇപ്പോൾ ഈ അബ്ബാസ് അരാഗ്ചിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നതിൽ ഔദ്യോഗികമായ ധാരണയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇസ്രായേൽ പുലർച്ചെ 4 മണി മുതൽ ആക്രമണം നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും തിരിച്ചാക്രമിക്കുന്നില്ല, അന്തിമ തീരുമാനം പിന്നീട് വരും എന്നാണ് പറയുന്നത്. അത് ഒരു വെടിനിർത്തലിലേക്കുള്ള നീക്കമെന്ന് തന്നെ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഡൊണാൾഡ് ട്രംപ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് തമീം ബിൻ ഹമാദിനെയായിരുന്നു ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. ഈ ഒരു വെടിനിർത്തൽ കരാറിനോട് ഇസ്രായേൽ സഹകരിക്കുകയും അതിൽ ഒപ്പുവെച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഇങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസിന്റെ ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്. ഇത് ഇറാന്റെ മുൻ നിലപാടിനോട് അലൈൻ ചെയ്തു പോകുന്നതാണ്. അതായത് ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്ന ആ സമയം മുതലായിരിക്കും ഇറാൻ ഇതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അതിനൊരു സമയപരിധിയും കൂടെ നൽകിയിരിക്കുകയാണ്. ടെഹ്റാനിലെ പുലർച്ചെ 4 മണിക്ക് മുമ്പ് ഈ വെടിനിർത്തൽ ഇസ്രായേൽ നിർത്തണമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ 6 മണിക്കൂർ വിൻഡോ ടൈം എന്ന് പറയുന്നത്
ഈ പുലർച്ചെ ടെഹ്റാനിലെ 4 മണിയുമായിട്ട് ഒരുപക്ഷെ ചേർത്ത് വായിക്കേണ്ടി വരുമായിരിക്കും. കൃഷ്ണ, മധു, ഈ ഏകപക്ഷീയമായി ഒരു സമാധാനത്തിലേക്ക് നീങ്ങാൻ പ്രാപ്തമായ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നീക്കങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനമില്ലാത്ത സാഹചര്യത്തിലും അല്ലെങ്കിൽ ആക്രമണം നടക്കാത്ത സാഹചര്യത്തിലും മാത്രമേ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം രൂപപ്പെടുന്നുവെന്ന് പൊതുവെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്താൻ കഴിയുമോ മധു? ശ്രീജിത്ത്, ഇത് നമ്മൾ തെരുവിൽ 2-3 പേര് അടികൂടുന്നത് പോലെ അത്ര ലാഘവത്തോടെ കാണാൻ പറ്റാത്തതാണ് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അവരുടെ മാത്രമല്ല ആവശ്യം, ലോക രാജ്യങ്ങളുടെ തന്നെ ആവശ്യമാണ്. കാര്യം ഇന്നലെ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ 4% ക്രൂഡ് ഓയിൽ ബാരലിന് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നത്. തന്നെയുമല്ല ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർ ഹോർമൂസ് കടലെടുത്ത് അടയ്ക്കും എന്നുൾപ്പെടെയുള്ളത്. ഇത് വലിയ തോതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചൈന കൂടുതലും എണ്ണയ്ക്കായി ഇറാനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ചൈനയ്ക്കും അതുപോലെ റഷ്യക്ക് വേണ്ട ആയുധങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളത് യുക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരമൊരു ആവശ്യമുണ്ട്. തന്നെയുമല്ല ഇറാന്റെ ഭാഗത്തുള്ള മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ തീർന്നു എന്നാണ് അമേരിക്ക കരുതുന്നത്. ഇനി ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള ആയുധ ശേഖരവും അവരത് പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സമാധാനത്തിലേക്ക് പോകും. അതാണ് ലോക രാജ്യങ്ങൾക്ക് നല്ലത്, ലോകത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 6 മണിക്കൂറിനുള്ളിൽ സമാധാനം പുലരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വിജിത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും ഒരു വെടിനിർത്തൽ സാധ്യമാകും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. സാധ്യമാവും എന്ന് തന്നെയാണ് പൊതുവെ കരുതുന്നത്. കാരണം എല്ലായിടങ്ങളിലും വിവിധ രാജ്യങ്ങളിലടക്കം ഇതിൻ്റെ ഈ സംഘർഷത്തിൻ്റെ പ്രതിസന്ധികൾ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ വിമാന സർവീസുകളടക്കം ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളടക്കം റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന നീക്കങ്ങൾ സജീവമാകുന്നുണ്ട്. അതിനിടയിലും ഇരു രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും അതിനോട് അനുകൂലമായി പ്രതികരിക്കുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുടേതായി പുറത്തു വന്ന പ്രതികരണം ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും ആക്രമണം നിർത്താൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആ ഒരു സമീപനം ഇറാൻ സ്വീകരിക്കുന്നുണ്ട്. ഏകപക്ഷീയമായി ഒരു സമാധാന ചർച്ചയ്ക്ക് സാധ്യമാകാൻ കഴിയില്ല. നേരത്തെയും ആ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇറാൻ പിന്മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു ഇസ്രായേൽ ആക്രമണം നിർത്തുന്ന ഘട്ടമാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് സാധ്യമാണ് എന്നുള്ളതാണ് ഇറാന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ CPIM നാളെ മുതൽ 3 ദിവസം നടക്കുന്ന പാർട്ടി നേതൃയോഗങ്ങൾ ഫലം അവലോകനം ചെയ്യും. നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുമാണ് ചേരുക. തന്ത്രങ്ങൾ പിഴച്ചത് എവിടെയെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം എത്രയാണെന്നുമുള്ള വിലയിരുത്തൽ CPIM നേതൃയോഗത്തിൽ ഉണ്ടാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനത്തിനായി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലെ തോൽവിക്ക് കാരണമെന്ന വിമർശനം എക്സിക്യൂട്ടീവിൽ ഉയരും. സർക്കാരിലും മുന്നണിയിലും തിരുത്തൽ വേണമെന്ന ആവശ്യവും എക്സിക്യൂട്ടീവിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ സംസാരിച്ച എറണാകുളത്തെ നേതാക്കളുടെ വിശദീകരണവും എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. ഫോൺ സംഭാഷണത്തിന് പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ എന്നിവരോടാണ് വിശദീകരണം ചോദിച്ചത്. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയും എക്സിക്യൂട്ടീവ് തീരുമാനിക്കും. നിലമ്പൂരിൽ 20,000 വോട്ടിന്റെ കരുത്ത് കാട്ടിയതോടെ വീണ്ടും സജീവ ചർച്ചയായി PV അൻവറിന്റെ UDF പ്രവേശനം. അൻവർ നിലമ്പൂരിൽ ഫാക്ടറാണെന്ന് തെളിയിച്ചു. UDFനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകുമെന്നായിരുന്നു ഫലത്തിന് പിന്നാലെയുള്ള അൻവറിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിലേക്ക് എടുക്കുന്ന അക്കാര്യവും സജീവ ചർച്ചയാകും. ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായതും വോട്ടെണ്ണലിന് തൊട്ടു മുൻപ് വരെ ചർച്ചയായതും ഒരേ ഒരു പേര്, PV അൻവർ. അൻവർ ഫാക്ടർ ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് പോരാട്ടം LDFും UDFും തമ്മിലെന്നും പലയാവർത്തി നേതാക്കൾ പറഞ്ഞു. പക്ഷേ ജനം അൻവറിനെ കൈവിട്ടില്ല. 19,760 വോട്ടുകൾ നൽകി. അൻവർ പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കമെന്ന് കണ്ട PV അൻവർ താൻ ജയിച്ചില്ലെങ്കിൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞു. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം എന്നതിൽ UDFുമായി മയപ്പെട്ടു. എനിക്ക് വേണ്ട ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആൻറ്റി പിണറായി വോട്ട് 10,000 വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50,000 ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ എന്താ പറയുക വർഗീയത മുഴുവൻ
നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ 20,000-ഓളം വോട്ട് നേടുമ്പോൾ വാതിൽ കൊട്ടിയടയ്ക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് UDFും കരുതുന്നു. കരുതലോടെ UDF നേതാക്കളുടെ പ്രതികരണം. അദ്ദേഹത്തിന് കോണ്ടാക്ട് ഉണ്ട്, അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. കൂടാതിരുന്നല്ലേ അത് തുറക്കാമല്ലോ വാതില്, വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. നമ്മളത് ചർച്ച ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്ന അൻവർ ഫലം വന്നതിന് പിന്നാലെ തിരുത്തി. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു. ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും. അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കണ്ടേ. ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ കൂടി മുന്നണിയുടെ ഭാഗമാക്കുന്നതാണ് നല്ലതെന്ന് വലിയ വിഭാഗം കരുതുന്നു. അതുകൊണ്ട് തന്നെ നേതൃതല ചർച്ചകൾ നടക്കും. പക്ഷേ അപ്പോഴും മുന്നണിയിലെടുക്കണോ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കണോ എന്ന ചർച്ച നീളും. ഇടനില ചർച്ചകൾക്ക് ആര് മുൻകൈയെടുക്കും? ലീഗിന് ഏറെക്കുറെ താൽപര്യം അസ്തമിച്ചു. അതിനിടയിൽ അൻവറിന്റെ വാവിട്ട വാക്കുകൾ വീണ്ടും വന്നാൽ കാര്യങ്ങൾ പഴയതുപോലെ തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശക്തി തെളിയിച്ച സന്തോഷത്തിൽ അൻവർ. രാഷ്ട്രീയമായി മുന്നണിയുടെ ബലത്തിൽ വിജയിച്ചതിൽ UDF. കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തിയ സംതൃപ്തിയിൽ BJPയും. നഷ്ടം CPIMന് മാത്രം, M സ്വരാജിന് മാത്രം. ടീം 24 നിലമ്പൂർ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പാസഞ്ചേഴ്സ് യാത്രക്കാർക്കായി കൂടുതൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ടെർമിനൽ 2-ൽ ഇത്തരത്തിലുള്ള അസൗകര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു നീക്കം വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആര്യാടൻ കുടുംബവുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉണർന്നു പ്രവർത്തിച്ചു. വോട്ട് ആര്യാടൻ ഷൗക്കത്തിനല്ല, മറിച്ച് UDFനാണ് എന്നതായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ച തന്ത്രം. 2026 മുന്നിൽ കണ്ട് ഭിന്നതകൾ മറന്ന് മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്ന ലീഗ് പ്രചാരണ തന്ത്രം നിലമ്പൂരിൽ വിജയിച്ചു. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നു എന്നതായിരുന്നു ലീഗിന്റെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. ആര്യാടൻ മുഹമ്മദിന്റെ കാലം മുതൽ ആര്യാടൻ കുടുംബവും ലീഗും മലപ്പുറത്ത് രണ്ട് തട്ടിലായിരുന്നു. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതോടെ ലീഗ് വോട്ടുകളിൽ വിള്ളൽ വീഴുമോ എന്നതായിരുന്നു UDFന്റെ ഭീതി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും രംഗത്തിറങ്ങിയതോടെ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ അൻവറിലേക്കും പോകുമെന്നതും ആശങ്കയായി. എന്നാൽ എണ്ണയിട്ട യന്ത്രം പോലെ ലീഗിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പാർട്ടി കൊടുത്താൽ, പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കൂല. പിന്നെ മരിച്ച് ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും MLAമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ ചുമതലക്കാരായി. ലീഗിൽ നിന്ന് LDFിലേക്കും PV അൻവറിലേക്കും ചോരാൻ സാധ്യതയുള്ള വോട്ടുകൾ പ്രത്യേകം കണക്കാക്കി ആ വോട്ടുകളിലേക്ക് ലീഗിന്റെ മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു. വഴിക്കടവിൽ UDFന് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മൂത്തിയിടത്തും എടക്കരയിലും ഇടതുകോട്ടയായ നിലമ്പൂരിലും ലീഗ് വോട്ടുകൾ കൈപ്പത്തിക്ക് തന്നെ വീണു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ ഏറെ പഴികേൽക്കേണ്ടി വന്ന ലീഗ് പക്ഷേ ഫലത്തിലൂടെ കൃത്യമായ മറുപടി നൽകി. ജാതിമത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല. അവർക്കൊക്കെ ഒരു പാടാണ്. മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. പൊളിറ്റിക്കൽ പ്ലാനർ PK കുഞ്ഞാലിക്കുട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ഒരിക്കൽ കൂടി പ്രകടമാക്കുന്നതായിരുന്നു നിലമ്പൂർ ഫലം. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ഖത്തറിന് പിന്നാലെ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്ന ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് നമ്മൾ പോകും. വീണ്ടും നമ്മൾ പോകുന്നതിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചെങ്കിലും UDFന് ഇനി മുതൽ പരീക്ഷണകാലം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് വിജയം അനിവാര്യം. PV അൻവറിന്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള അനവധി വിഷയങ്ങളാണ് ഇനി UDFന് മുമ്പിലുള്ളത്. നിലമ്പൂരിലെ വിജയത്തോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയിൽ കരുത്തനായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം മുൻകൂട്ടി പറഞ്ഞ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന സതീശൻ സ്റ്റൈൽ ഇത്തവണയും ഫലം കണ്ടു. മറിച്ചായിരുന്നുവെങ്കിൽ സതീശന്റെ രക്തത്തിന് പാർട്ടിയിൽ നിന്ന് തന്നെ മുറവിളി ഉയർന്നേനെ. തൽക്കാലം പാർട്ടിയിലെ സതീശൻ വിരുദ്ധർക്ക് ശബ്ദമില്ലാതെയാവും. എന്നാൽ PV അൻവറിനെ മുൻനിർത്തി സതീശനെ നേരിടാൻ ഒരു വിഭാഗം നീക്കം ആരംഭിച്ചു. അൻവറിന്റെ UDF പ്രവേശത്തിന് ഒരേ ഒരു തടസ്സം VD സതീശനാണ്.
അൻവർ നേടിയ വോട്ടുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നണി പ്രവേശം വേഗത്തിലാക്കണമെന്ന അഭിപ്രായം ഉയരും. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മുൻ അധ്യക്ഷൻ K സുധാകരനുമെല്ലാം അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന താൽപ്പര്യമുള്ളവരാണ്. മുസ്ലിം ലീഗിനും PV അൻവറിനോട് വിരോധമില്ല. ഇതോടെ ഈ വിഷയത്തിൽ VD സതീശൻ ഒറ്റപ്പെടുമോ എന്നത് കാത്തിരുന്നു കാണണം. നിലമ്പൂർ വിജയം കൊണ്ട് മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാനാകില്ല. സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ MPയെ അന്വയിപ്പിക്കുക ശ്രമകരമാവും. വെൽഫെയർ പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം ചോദ്യം ചെയ്യപ്പെടും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFൽ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരുമുണ്ട്. ഇക്കാര്യവും ചർച്ച ചെയ്യേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും തലവേദനയുണ്ടാക്കും. അതിനിടയിൽ നിലവിൽ VD സതീശൻ പക്ഷക്കാരായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ സഖ്യത്തെ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി നേരിടാനും ഒരു വിഭാഗം തയ്യാറായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. നിലമ്പൂരിൽ 20,000 വോട്ടിന്റെ കരുത്ത് കാട്ടിയതോടെ PV അൻവറിന്റെ UDF പ്രവേശനം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ആണെന്ന് തെളിഞ്ഞതോടെ മുന്നണി പ്രവേശനത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയതിന് പിന്നാലെ, വലിയ നേട്ടമുണ്ടാക്കിയതിന് പിന്നാലെ PV അൻവർ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് പോകും എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. UDF ക്യാമ്പിൽ നിന്ന് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഇന്നലെ പുറത്തു വന്ന പ്രതികരണങ്ങളിലൊക്കെയും PV അൻവറിന് മുന്നിൽ വാതിലടഞ്ഞിട്ടില്ല എന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് കണ്ടത്. നേരത്തെ കടുത്ത നിലപാട് സ്വീകരിച്ച VD സതീശനും ഒരു സമവായത്തിന്റെ ഭാഷയിലേക്ക് വരുന്നുണ്ടോ? പൂർണ്ണമായി UDFന്റെ വാതിൽ അൻവറിന് മുന്നിൽ തുറക്കപ്പെടുന്നു എന്ന സൂചനയാണോ നിലവിലെ പ്രതികരണങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വിപിൻ, ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്നുള്ളതായിരുന്നു LDFും UDFും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ PV അൻവർ ഒരു ഫാക്ടർ ആണ് എന്നുള്ളതും 20,000-ഓളം വോട്ടുകൾ പിടിച്ചു എന്നുള്ളതും അത് LDFിനും UDFിനും വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും PV അൻവറിനെ കൊണ്ടൊരു പരിക്ക് പറ്റി എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. അപ്പോൾ ഈ 20,000 വോട്ടുകൾ നേടുമ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് UDFിലെ വികാരം. അത് പ്രധാനമായും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെങ്കിലും അത് UDFിനായിരിക്കും ഒരു പ്രശ്നം, കേടുപാട് ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് PV അൻവറുമായി ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൽ വീണ്ടും ഒരു കീറാമുട്ടിയാവാൻ പോകുന്നത് UDFിന്റെ അസോസിയേറ്റ് ഘടകമാകുമോ അതല്ല മുന്നണി പ്രവേശനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. വീണ്ടും പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെ UDFിലേക്ക് എടുക്കുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കി നിർത്താം എന്നുള്ള ചർച്ച. പക്ഷേ മുന്നണിക്കകത്ത്, അതായത് മുന്നണിയുടെ പൂർണ്ണമായും ഭാഗമാക്കുക എന്നുള്ളതിലേക്ക് മാത്രമേ ഇനിയൊരു സമവായത്തിനുള്ളൂ എന്നുള്ളതാണ് അൻവർ ക്യാമ്പ് ഇപ്പോഴും പറയുന്നത്. ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. പക്ഷേ നേതാക്കളൊക്കെ തമ്മിൽ ചില സംസാരങ്ങൾ പരസ്പരം ഉണ്ടാകുന്നുണ്ട്. PV അൻവറിനെ വിളിച്ചു എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി 2 ദിവസത്തേക്ക് മാധ്യമങ്ങളെ കാണില്ല എന്നാണ് ഈ ഘട്ടത്തിൽ PV അൻവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീട് അത് എന്താകും എന്നുള്ളത് ഉറപ്പില്ല. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഇന്നലെ ഇപ്പോൾ VD സതീശനെതിരെയായിരുന്നു രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നത്. അതിൽ ഇന്നലെ ആ ചോദ്യത്തിൽ നിന്ന് VD സതീശൻ തന്നെ പറഞ്ഞത് നോ കമന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ UDF ചർച്ച ചെയ്യും, ലീഗിനും പരോക്ഷമായി തന്നെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ പ്രതികരിച്ചത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് കരുതുന്നു. അതുതന്നെയാണ് PV അൻവറും അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമാകുമെങ്കിൽ ഇനിയൊരു രാഷ്ട്രീയ ഭാവി എന്നുള്ളത് UDFിനൊപ്പം നിൽക്കുകയാണ് എന്നുള്ളത് PV അൻവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിക്കുള്ള ഒരു പ്രതികരണം ഇന്നലെ വരികയും ചെയ്തത്. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു തലവേദനയാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ UDF നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം പോലും AP അനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവറിന്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ ഏതെങ്കിലും ഒരു വാവിട്ട വാക്ക് വരികയാണെങ്കിൽ തന്നെ വീണ്ടും ഇതൊക്കെ തന്നെ നിൽക്കുകയും ഒന്നിൽ നിന്ന് തുടങ്ങുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് PV അൻവറുമായി ബന്ധപ്പെട്ടുള്ളത്. റീജിത്ത്, ഷൗക്കത്ത് സാദിഖലി തങ്ങളെ കാണുകയാണല്ലോ. എപ്പോഴാണ് കൂടിക്കാഴ്ച, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? ഒപ്പം തന്നെ ഇന്ന് മണ്ഡല പര്യടനം, വോട്ടർമാർക്ക് നന്ദി അറിയിക്കൽ, അതൊക്കെ ഉണ്ടാവുമല്ലോ.
അതെ, ഇന്ന് 9:15 പാണക്കാട് എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നത് ആര്യടൻ ഷൗക്കത്ത്. ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗ് ആയിരുന്നു ഈ UDFന്റെ ക്യാമ്പിൽ ഒത്തൊരുമിച്ച് ആദ്യം മുതൽ തന്നെ നിൽക്കുന്നതും ആദ്യം കൺവെൻഷൻ നടത്തുന്നതുമൊക്കെ. അപ്പോൾ ലീഗിന്റെ കോട്ടയായ മൂത്തയിടത്തൊക്കെ വലിയ വിജയം നേടാൻ സാധിച്ചിരിക്കുന്നു. അതിലൊരു നന്ദി പറയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെ വീട്ടിലേക്ക് പോയി കാണുന്നത്. ഇന്നിപ്പോൾ മണ്ഡല പര്യടനം അല്ലെങ്കിൽ നന്ദി പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആര്യടൻ ഷൗക്കത്തിന്റെ അടുത്ത ബന്ധു മരണപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ തന്നെ ആഘോഷ പരിപാടികളൊക്കെ പെട്ടെന്ന് വെട്ടിച്ചുരുക്കിയിരുന്നു. അതിനുശേഷം ഒരു പക്ഷേ നാളെയൊക്കെ ആയിട്ടായിരിക്കും അത്തരത്തിലൊരു നന്ദി പറയുന്ന കാര്യങ്ങളിലേക്ക് UDF കടക്കുക എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങും. രാവിലെ 10 മണിക്ക് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദെ, എപ്പോഴാണ് മൃതദേഹം വിമാനത്താവളത്തിലെത്തുക? ഏതൊക്കെ നേതാക്കളാണ് അവിടെ എത്തുന്നത്? സംസ്കാരം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ക്രിസ്ത്യൻ അല്പസമയത്തിനുള്ളിൽ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുക. നമുക്കറിയാം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിത കേരളത്തിൻ്റെ കണ്ണീരായിരുന്നു. പ്രത്യേകിച്ച് ആ മരണവിവരമൊക്കെ വീട്ടിലേക്ക് അറിഞ്ഞ സമയത്ത് പുല്ലാട്ടെ വീട്ടിൽ ബന്ധുക്കളുടെ അടക്കം ദുഃഖം നമ്മൾ കണ്ടതാണ്. മന്ത്രി വി ശിവൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിൻ്റെ ഭാഗമായി മൃതദേഹം ഏറ്റുവാങ്ങാൻ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. MA ബേബി, MV ഗോവിന്ദൻ, BJP നേതാവായിട്ടുള്ള S സുരേഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനമുണ്ടാകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അവിടെ അന്തിമോപചാരം അർപ്പിക്കും. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമെ ഈ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂളിലും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രഞ്ജിതയോടുള്ള ആദര സൂചകമായി മൃതദേഹം പുല്ലാടെത്തുമ്പോൾ വ്യാപാരികൾ 1 മണിക്കൂർ കടകൾ അടച്ചിട്ട് ഒരു ദുഃഖസൂചകമായി കടകൾ അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 വീട്ടുവളപ്പിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ ദുഃഖം, കേരളത്തിൻ്റെ വലിയ ദുഃഖമാണ് രഞ്ജിത എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൃതദേഹം DNA പരിശോധനയിലൂടെ ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ട് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നത്. 8 മാസമായി ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത്. ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത്. ലണ്ടനിലെത്തി അവിടുത്തെ ജോലിസ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രയുടെ ഉദ്ദേശം. പന്തളത്ത് നേഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നേഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ ഒരു വീടൊക്കെ വെച്ച് ആ വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ് ഈ വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ തീരുമാനിച്ച യാത്ര നടത്തിയത്. ആ യാത്രയാണ് വലിയ കണ്ണീരായി, വലിയ ദുഃഖമായി മാറിയത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം തിരുവനന്തപുരത്ത് സർക്കാർ ഏറ്റുവാങ്ങും. ശേഷം 10 മണിക്ക് മുൻപ് പുല്ലാട്ടേക്ക് എത്തിക്കാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 3 മിനിറ്റ് മുമ്പ് ട്രംപിന്റെ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് തിരികെ മിസൗറി എയർബേസിൽ എത്തിയെന്ന വാർത്തയാണത്. 36 മണിക്കൂർ നീണ്ട ആ ഒരു സമരത്തിന് ശേഷം വിമാനങ്ങൾ തിരികെ എത്തിയിരിക്കുന്നു. അമേരിക്ക ചിലപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നൊരു സൂചനയായി ഇത് കണക്കാക്കിയേക്കാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.